ഇംഗ്ലീഷിന് നിയമനായ പൗരന്മാരുടെ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിൽ എത്ര ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിച്ച അധ്യാപകരുണ്ട്? കണക്കെടുത്ത് നോക്കൂ, എത്ര ലിസ്റ്റുകൾ വന്നുപോയി. പല ജില്ലകളിലും 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും സ്ഥിര നിയമനം കൊടുക്കുന്നില്ല. ഈ കടുത്ത നീതി നിഷേധത്തിനെതിരെ PTA പ്രസിഡന്റുമാരും PTA അംഗങ്ങളും കൊടുത്ത കേസിൽ വിധി വന്നിട്ട് വർഷം 3 കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അതിന്റെ പേരിൽ വീണ്ടും കോടതി അലക്ഷ്യ കേസ് കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കോടതി കേസ് 3 വർഷമായിട്ടും 30-ലേറെ തവണ നീട്ടി വെച്ചുകൊണ്ട് സർക്കാർ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിന് മാത്രം പെർമനന്റ് ടീച്ചേഴ്സ് ഇല്ലാത്തത്? എന്താണ് സാധാരണക്കാരുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നാണോ? പണമുള്ള എല്ലാവരും അവരുടെ കുട്ടികളെ CBSE സ്കൂളുകളിൽ ICSE സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നു. സാധാരണക്കാരൻ അവരെന്ത് ചെയ്യും? അവന് പണമില്ലാത്തതിന്റെ പേരിൽ അവന്റെ കുട്ടിക്ക് കിട്ടേണ്ട ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ആരാണ്? അത് സർക്കാരാണോ? അങ്ങനെ സർക്കാരിന് കൊടുക്കാൻ എവിടെ നിന്ന് കിട്ടി ഈ സർക്കാരിന് ഇത്ര ധാർഷ്ട്യം? എന്തുകൊണ്ടാണ് PSC നിയമനങ്ങൾ ഇങ്ങനെ വൈകിപ്പിക്കുന്നത്? ഇംഗ്ലീഷിന് മാത്രം താൽക്കാലിക നിയമനം എന്ന് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? മലയാളം പഠിപ്പിക്കാൻ മലയാളം അധ്യാപകനുണ്ട്, ഹിന്ദി പഠിപ്പിക്കാൻ ഹിന്ദി അധ്യാപകനുണ്ട്, ഉറുദു, അറബി തുടങ്ങിയ പല വിഷയങ്ങളും പഠിപ്പിക്കാൻ സ്ഥിര അധ്യാപകരുണ്ട്. കേവലം തുച്ഛമായ PSC ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിൽ വെറും 10 പേര്, വെറും 20 പേര് ഒക്കെയുള്ള മെയിൻ ലിസ്റ്റുകളാണ് ഇംഗ്ലീഷിലുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ഈ PSC ലിസ്റ്റിൽ നിന്നും ഒരു പെർമനന്റ് പോസ്റ്റിന് അനുവദിക്കുന്നില്ല? താൽക്കാലിക നിയമനം എന്ന് പറയുന്ന ആ ഒരു അജണ്ടയിൽ എന്തുകൊണ്ട് സർക്കാർ ചൂണ്ടിക്കിടക്കുന്നു? 30-ലേറെ തവണയാണ് കോടതി അലക്ഷ്യ കേസ് മാറ്റിവെച്ചത്. നിയമവിദഗ്ധന്മാർക്ക് പോലും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ്. ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ വിധി വന്നു 2021. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ S. മണികുമാർ സാറ് അന്തിമ വിധി എഴുതി. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകരില്ലാത്ത എല്ലായിടത്തും ഇംഗ്ലീഷ് അധ്യാപകരില്ലാത്ത എല്ലാ സ്കൂളുകളിലും കോടതി കൃത്യമായി കണക്കെടുത്തു. 642 സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകരില്ല. അവിടെ പെർമനന്റ് പോസ്റ്റിംഗ് അനുവദിക്കണമെന്ന് വിധി വന്നത് 2021 ഓഗസ്റ്റ് മാസമാണ്. വർഷം 3 കഴിഞ്ഞു. അതിന്റെ വാർഷികം നടക്കാൻ പോകുന്നു. 3ാമത്തെ വാർഷികം. ഞങ്ങൾക്ക് എവിടെയാണ് നീതി കിട്ടിയത്? ഞങ്ങൾക്ക് എവിടെയാണ് ജോലി കിട്ടിയത്? 2-3 പ്രാവശ്യം സ്ഥിരമായി ലിസ്റ്റിൽ വന്ന ആൾക്കാരാണ് ഞാൻ. എന്തിനാ ഞങ്ങൾക്ക് ജോലി കിട്ടാതെ? 6 ജില്ലകളിലാണ്, 1-2 6 ജില്ലകളിലാണ് കഴിഞ്ഞ ലിസ്റ്റിൽ 1ാം റാങ്കുകാരന് പോലും ജോലി കിട്ടാത്തത്. എന്താണ് ഈ കടുത്ത നീതി നിഷേധം? എന്താണ് ഇംഗ്ലീഷിനോട് മാത്രം ഈ അവജ്ഞ? മലയാളം പഠിപ്പിക്കാൻ മലയാളം അധ്യാപകരെ നിയമിക്കാമല്ലോ, മറ്റു ഭാഷകൾ പഠിപ്പിക്കാൻ ആ അധ്യാപകരെ നിയമിക്കാമല്ലോ. ഫിസിക്കൽ എഡ്യൂക്കേഷനും ഫിസിക്കൽ സയൻസിലും നാച്ചുറൽ സയൻസിലും ഒക്കെ പെർമനന്റ് അധ്യാപകരുണ്ട്. അവരോട് കാണിക്കുന്ന ഒരു നീതി നിഷേധം കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. ഫിസിക്കൽ സയൻസ് പഠിച്ച അധ്യാപകനോട് അല്ലെങ്കിൽ മാത്സ് പഠിച്ച അധ്യാപകനോട് ഇംഗ്ലീഷും കൂടി പഠിപ്പിക്കുക എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? ഇംഗ്ലീഷ് മാത്രം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത് അതിൽ വർഷങ്ങളായി പഠിച്ച് അതിൻ്റെ അകത്ത് വേണ്ട ക്വാളിഫിക്കേഷൻസ് എല്ലാം നേടി PSC പരീക്ഷയും നടത്തി അതിൽ ഉന്നത വിജയം നേടി ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന ഞങ്ങളോട് എന്തിനീ നീതി നിഷേധം? സത്യത്തിൽ ഞങ്ങൾ മാത്രമല്ല അനുഭവിക്കുന്നത്. നിങ്ങളൊരു കണക്കെടുത്ത് നോക്കിക്കോളൂ. പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തോറ്റത് ഇംഗ്ലീഷിനാണ്. എന്തുകൊണ്ട്? ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവർക്ക് ഹൈസ്കൂളുകളിൽ സ്ഥിര അധ്യാപകർ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്കൊരു അടിസ്ഥാനം കിട്ടിയിട്ടില്ല. ആ കുട്ടികൾ +2-ൽ വരുമ്പോൾ ബാക്കി എല്ലാ വിഷയങ്ങൾക്കും അവർക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇംഗ്ലീഷ് മാത്രം അവർക്ക് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ മുഴുവൻ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നത്? അന്വേഷിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൽ PSC നിയമനങ്ങൾ നടത്തുന്നില്ല. ഓക്കെ, ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാം. 2024 മാർച്ച് മാസമാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ AJ ദേശായി കർശന ഉത്തരവിട്ടത്. അതായത് ഈ 2021 മണികുമാർ സാറ് പുറപ്പെടുവിച്ച വിധിയിന്മേൽ എത്രയും പെട്ടെന്ന് 4 ആഴ്ചക്കകം തീരുമാനം കൽപ്പിക്കണമെന്ന് ഹൈക്കോടതി ശക്തമായി
സർക്കാരിനോട് ആജ്ഞാപിച്ചിരുന്നു. എന്നിട്ടും ആ വിധിയെ കാറ്റിൽ പറത്തിക്കൊണ്ട്, ഹൈക്കോടതിയുടെ വിധിക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട്, അതിന് ചവറ്റുകൂനയിൽ ഇട്ടുകൊണ്ട് സർക്കാർ വീണ്ടും പറയുന്നു ഞങ്ങൾ താൽക്കാലിക നിയമനം മാത്രമേ നടത്തുകയുള്ളൂ എന്ന്. വെറും 10 പേരാണ് സാർ ഞങ്ങളുടെ ലിസ്റ്റിലുള്ളത്, വെറും 10 പേർ. ഞങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി തരും. എന്നിട്ട് നിങ്ങൾ ഈ നീതി ചെയ്ത് കാണിക്കും. ഞങ്ങൾ കഷ്ടപ്പെട്ടതല്ലേ? ഈ കുട്ടികളെന്ന് വരച്ചു ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ അനുമതിയില്ലാതെ കഷ്ടപ്പെട്ടു പോകുന്നത് സാധാരണക്കാരുടെ കുഞ്ഞുങ്ങളാണ്. അവർക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. കുട്ടികൾ മുന്നിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. കാരണം അവർക്ക് ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് പോലും ആ കുട്ടികൾക്ക് അറിയത്തില്ല. +2 പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ. ബെസ്റ്റായിട്ട് ഞാൻ പോകുന്നത്. ആ കുട്ടികൾക്ക് ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല. എന്തുകൊണ്ടാണ്? അവർക്കൊരു അടിസ്ഥാനം കിട്ടിയിട്ടില്ല സർ. ഞങ്ങൾ ഇത് ആരോട് പറയും? എന്തുകൊണ്ടാണ് ഈ ഹൈക്കോടതി വിധിക്കാൻ ഇത്ര പുല്ലുവില കൊടുക്കുന്നത്? എന്തിനാണ് സാർ? ആരോടാണ് സാർ നിങ്ങൾക്ക് ഇത്ര ധാർഷ്ട്യം? ഞങ്ങൾക്ക് തരരുതെന്നാണോ നിങ്ങളുടെ വിചാരം? എങ്ങനെ പറയാതിരിക്കും സാർ? ഒരു സാധാരണ പേനത്തെന്ന നിലയിൽ സംസാരിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ ഒരാൾ വരുന്നതായിരിക്കും. കൊടുമുണ്ട സ്കൂളിൽ പഠിക്കുന്നതാണ് എൻ്റെ കുട്ടി. വർഷങ്ങളായിട്ട് പഠിക്കുക. അവിടെ കൊടുമുണ്ട വെസ്റ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ സയൻസ് ഒക്കെയാണ് ഇംഗ്ലീഷിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ പുറത്തെ സ്റ്റേറ്റിനൊക്കെ മാറിപ്പോവല്ലേ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടീച്ചറിന് സർക്കാരിന് വെച്ചാൽ എന്താ കുഴപ്പം? നമുക്ക് എത്ര ബുദ്ധിമുട്ടായി കുട്ടികൾ പഠിച്ച് എത്ര ബുദ്ധിമുട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾക്കാണ്. നമ്മുടെ കാണുന്ന കുട്ടികൾക്കൊക്കെ ഈ സർക്കാരിന് ജോലി കൊടുത്ത് എന്താ കുഴപ്പം? അവർ അംഗീകൃതമായിട്ട് പഠിപ്പിച്ച എല്ലാ തൊഴിലുകളും നേടിയ ആൾക്കാരല്ലേ. എന്താ സർക്കാർ ഇവരെ നമുക്ക് മാത്രം കണ്ണടക്കണമെന്ന് ഞാൻ എൻ്റെ ഒരു രക്ഷിതാവ് നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുള്ളൂ. എല്ലാവരും പറയും നമ്മളോട് കോടതിയിൽ പോയാൽ മതി, കോടതിയിൽ നീതി കിട്ടുന്നതൊക്കെ. കോടതിയിലാണ് ഹൈക്കോടതി ഞങ്ങളോട് പറഞ്ഞു 3-4 ആഴ്ചക്കകം 639 തസ്തിക സൃഷ്ടിക്കണമെന്ന് പറഞ്ഞത്. ഇത് 2018 PMLE ഒരു ഗാർഡിയൻ, തൃശ്ശൂർന്ന് കാനേറ്റ് പാടം അവിടെ നിന്നുള്ളൊരു ഗാർഡിയൻ കൊടുത്ത കേസിലാണ് ഈ ഒരു വിധി വന്നിട്ടുള്ളത്. അതിൽ ഇംഗ്ലീഷിന് 2002 മുതൽ 2002 KER പ്രകാരമുള്ള ആ ഒരു ഭാഷ വിഷയമാക്കിയിട്ട് ഇംഗ്ലീഷിനെ കരുതണം, അത് ആ രീതിയിൽ എടുക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി കൊടുത്ത ആ രീതിയിലാണ് PMLE അവര് കേസ് നടത്തിയത്. പക്ഷെ 2021 വിധി വന്ന് 639 തസ്തികകൾ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ 2021-22 സ്റ്റാഫ് ഫിക്സേഷനിൽ ഇംഗ്ലീഷ്